ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? ചില ഷോർട്സ് ഞാൻ നടന്നു വരുന്ന കാണുമ്പോഴൊക്കെ ഞാൻ എവിടെയോ ധ്യാൻ ചേട്ടൻ്റെ ഒരു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഓക്കെ, പക്ഷെ അവന് മറ്റവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവരെ വിശ്വസിക്കാൻ കൊള്ളൂല. ചിലപ്പോ വിശ്വസിച്ച് പോയിട്ട് പടം കണ്ടു കാണും, ശരിക്കും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നെ വിശ്വസിക്കുകയും ചെയ്തു. ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ നിന്നാണ് എനിക്ക് ഫോളോ ചെയ്യുന്ന സിനിമകളുടെ ഒക്കെ കണക്ഷൻ ഒക്കെ വരാൻ പോകുന്നത്. ആ 2.0 എന്ന് പറയുന്നത് പ്രസ്താവനയാണ് ശരിക്കും. ഡോക്ടർ ഒപ്പിടിച്ചിരിക്കുന്നത് നേഴ്സ് പിടിക്കുന്നത് അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ. വീട്ടിൽ നിന്ന് പുറത്താകുന്നതോട് ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതോ, അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനം അത്യാവശ്യം വിലയുള്ള സാധനമായിരുന്നു. ഹാബിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതിഭീകരമായിട്ട് അടി തുടങ്ങിയ ആൾക്കാർ. ഹാബിലൊന്നും പോയോട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഇവനെയാണ് കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചത്. ഇവനാണ് ഈ പടത്തിൽ ഏറ്റവും കുറവ്. ഇവനൊക്കെ കുറേ ഉണ്ട് സീനില്. പടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് 4 പാത്രമായി പിള്ളേരാണ്. ബാനറിൽ വിശ്വാസം അർപ്പിക്കും, വിശ്വാസം അർപ്പിക്കും. തലയിലോട്ട് വെച്ചില്ല. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainment. Introducing Dhyan Srinivasan 2.0. Detective Ujjwal എത്തുന്നു. വിശേഷങ്ങളുമായി ചേരുന്നു ധ്യാൻ ചേട്ടൻ, സി ചേട്ടൻ, റോണി ചേട്ടൻ ആൻഡ് ടീം കുഡൂസ് മീഡിയ, നിഹാൽ, നബ്രാസ് ആൻഡ് അമീൻ. വെൽക്കം. മൂക്കി കൂടെ പുകവിടാൻ വേണ്ടി ആശാനൊക്കെ പറയും പോലെ അങ്ങനെയല്ല. ഓക്കെ, ധ്യാൻ ചേട്ടനെ കൈ അടിച്ച സന്തോഷം. ധ്യാൻ ചേട്ടൻ എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ധ്യാൻ സിനിമകൾ, ടിപ്പിക്കൽ ധ്യാൻ സിനിമകളിൽ നിന്ന് ഭയങ്കരമായ ഒരു പ്രതീക്ഷ ഉജ്ജ്വലം മുമ്പോട്ട് വെക്കുന്നുണ്ടെന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ധ്യാൻ ചേട്ടൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അത് നമ്മളുടെ പ്രതീക്ഷയല്ല. കാരണം അതിനിടയിൽ ഞാനും കുറെ കമന്റുകൾ വായിക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഓക്കെ, പക്ഷെ അവനെ മറ്റവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവരെ വിശ്വസിക്കാൻ കൊള്ളൂല, അവൻ ചതിക്കും. സങ്കടം കൊണ്ട് പറയുന്നത് അവനെ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോ വിശ്വസിച്ച് പോയിട്ട് പടം കണ്ടു കാണും, ശരിക്കും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇവന്മാരൊന്നും കാണുകയില്ല, വെറുതെ പറയുകയും ചെയ്യും ചിലത്. അപ്പൊ അതുകൊണ്ട് എന്നിലുള്ള വിശ്വാസത്തിനപ്പുറം നിങ്ങൾ ഈ ബാനറിൽ വിശ്വാസം അർപ്പിക്കും, മീഡിയയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കും. അവരിൽ വിശ്വാസം എന്നെ വിശ്വസിക്കുകയും ചെയ്തു. ഒന്നും പറയാൻ പറ്റില്ല. ഈ ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നുള്ളൊരു ഫ്രെയിമില് ആ ഒരു സംഭവം കേട്ടപ്പോ ധ്യാൻ ചേട്ടൻ അതാ ചോദിക്കാം, അതിലുള്ളൊരു സംഭവം ഇറക്കുന്ന് തോന്നിയോ? അതല്ല, ഒന്ന് ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ ആദ്യമായിട്ടൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ ഫോളോ ചെയ്ത് കുറച്ച് സിനിമകൾ വരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു മിന്നൽ, അതിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന സിനിമയാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നാണ് എനിക്ക് ഫോളോ ചെയ്യുന്ന സിനിമകളുടെ ഒക്കെ കണക്ഷൻ ഒക്കെ വരാൻ പോകുന്നത്. അപ്പൊ ഇത് നന്നാവേണ്ടത് നമ്മളിത് അടുത്തതിലുണ്ടോ എന്നുള്ളത് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇത് നന്നാവേണ്ടത് ഞങ്ങളെക്കാളും ആവശ്യം ഇതിന്റെ പുറകിലുള്ള ഇതിന്റെ ബാക്കിയുള്ള ടീമിന്, ഇങ്ങനെ ഒരു ഐഡിയയും കോൺസെപ്റ്റുമായിട്ട് വന്ന പ്രത്യേകിച്ച് വീക്കെൻഡിന്റെ ടീമിന്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഒന്നും കാണാതെ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്ത സിനിമയല്ല. കൃത്യമായിട്ട് പ്രത്യേകിച്ച് വീക്കെൻഡ് പോലത്തെ ഒരു ബാനർ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് സിനിമ റൈറ്റ് ഫ്രം പ്രൊഡക്ഷൻ ഡിസൈൻ, അല്ലെങ്കിൽ ക്യാമറ DOP സൈഡ് ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, ടെക്നിക്കൽ ടീം ആയിക്കോട്ടെ, സൗണ്ട് ഡിസൈൻ, സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെ തന്നെ ഭയങ്കര സോളിഡ് ആണ്. ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ ഇപ്പം നല്ല കഥയാണെങ്കിലും പാളുന്നത് പലപ്പോഴും ടെക്നിക്കാലിറ്റി, അല്ലെങ്കിൽ ഇന്ന് കാരണം
ടെക്നിക്കാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിനിമ നിൽക്കുന്നത് അതിന്റെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കഥ, നായകനൊക്കെ എനിക്ക് തോന്നുന്നു നായകനപ്പുറം കഥ നന്നാവുക, ഏത് നായകൻ അഭിനയിച്ചാലും നല്ല അതൊക്കെ അതിനേക്കാളും മുകളിലാണ് ഒരു സിനിമയുടെ കഥയും അതിന്റെ ടെക്നിക്കൽ ടീമും. അല്ലെങ്കിൽ ആവറേജ് സിനിമേനെ പോലും നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ പറയുന്ന ടെക്നിക്കാലിറ്റി കൊണ്ടും, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഡിസൈൻ, അല്ലെങ്കിൽ അപ്പൊ ആ രീതിയിൽ മികച്ച ഒരു ടെക്നിക്കൽ ടീം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആ പടത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്ന വിക്രം അല്ലെങ്കിൽ കൈദി അങ്ങനെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ KGF എന്ന് വെച്ചാൽ ഫസ്റ്റ് നാഷണൽ അവാർഡ് എന്ന് വെച്ചാൽ സ്റ്റണ്ട് കൊറിയോഗ്രഫിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കൊടുത്ത അവർക്കാണ്. അപ്പൊ അൻപർവ് മലയാളത്തിലോട്ട് വരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു ആ സമയത്ത്. അതിൽ കൂടുതലും ഫോക്കസ് പണ്ടൊരു സംവിധായകന്റെ പേര് അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്ന പേരിന് അപ്പുറത്തേക്ക് ആളുകൾ നോട്ട് ചെയ്ത് തുടങ്ങും. അതുപോലെ തന്നെ ചമ്മൻ ചാക്കോടൊക്കെ പേര് ഓഫ് കോഴ്സ് അല്ലേ, ഒരുപാട് ചമന്റെ സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ ഈ വർഷം ഇറങ്ങിയ ഓഫീസർ ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ ഒരു പാക്കിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന എഡിറ്റിംഗ് ടേബിളിൽ അതിന് വേറൊരു അത് കംപ്ലീറ്റ്ലി നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് വെൽ ഷോട്ടാണ് സിനിമ, പക്ഷെ ചമന്റെ ഒരു എഡിറ്റും കൂടെ വരുന്ന സമയത്ത് പിന്നെ ഇതിന്റെ സ്കോർ ഇപ്പം ആർസി ഉണ്ട്, സിബി എനിക്ക് തോന്നുന്നു മുകുന്ദൻ ഉണ്ണി, ആർസി നമ്മുടെ നീരജിന്റെ ആയിക്കോട്ടെ, നമ്മള് ഡബ്സീന്റെ ആയിക്കോട്ടെ, റാപ്പും പ്രോഗ്രാം ചെയ്യുന്ന ഫെജോ പാടി പാട്ട്. അപ്പൊ ഇതിന്റെ പ്രൊമോ ടീസർ തൊട്ടിട്ട് ഫസ്റ്റ് നമ്മളെ പ്രൊമോ ഒരു സാധനം വിട്ടിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഈ സിനിമയിലോട്ട് ഇവരൊക്കെ അത് കണ്ടിട്ടാണ് അതിന് ശേഷമാണ് ഇവർ വരുന്നത്. ഞാൻ അതിലേക്കായിരുന്നു വരുന്നത്. ആക്ച്വലി നിങ്ങൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറഞ്ഞ സമയമാണ്. എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ടീസർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് തന്നെ നമ്മളത് കണ്ടു. അപ്പൊ അതിനകത്ത് കമന്റ് ഉണ്ട്, ആ 2.0 എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ് ശരിക്കും. കമന്റ് ഇതൊക്കെ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് പോയി കണ്ട് സ്ക്രിപ്റ്റ് കേട്ട് നിങ്ങൾക്ക് 4 പേർക്കും പറ്റുന്ന റോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ചോദിക്കായിരുന്നു. ലൈക്ക് ആ ഒരു റൈറ്റ് നിങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതിയ പോലെയാണോ? അല്ല, എഴുതിയ പോലെ ഒരുമിച്ചേ വരുള്ളൂ, പോവുള്ളൂ, കിടക്കുള്ളൂ. ആദ്യം ഇവനെയാണ് കാസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഇവനാണ് ഈ പടത്തിൽ കുറവ്, ഏറ്റവും കുറവ്. ഇവനൊക്കെ കുറേയുണ്ട് പടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് 4 പാത്രമായി പുള്ളിയായിരുന്നു. അല്ല, എങ്ങനെയുണ്ട് ഒരു ഇന്റർവ്യൂവിൽ കാണുന്ന ധ്യാന ശേഷം കൂടെ അഭിനയിച്ച് കഴിയുമ്പോൾ ധ്യാനം എങ്ങനെയാണ്? ഒരുപാട് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും ശരിക്കും ഒരു പോലീസുകാരനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, ശരിക്കും നഴ്സിംഗ് അല്ല പഠിച്ചത്. അപ്പൊ ഞാൻ വേറെ കാര്യം ഇടയിൽ ചോദിച്ചോട്ടെ, നമുക്ക് റിയൽ ലൈഫിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി സിനിമയിലേക്കാണല്ലോ. ഓഫ്കോഴ്സ് ഒരു ഡോക്ടർ ഒപ്പത്തിരിക്കേണ്ട ഒരു നഴ്സ് കൂടി ഇരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? മെഡിക്കൽ ഞാൻ തന്നെ അറിയില്ലായിരുന്നില്ല. അല്ല, എനിക്ക് ഇവരോട് ചോദിക്കാനെന്നറിയോ, ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു സിനിമയിൽ ഒരാൾക്ക് ഒരു പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് റെഡിയാക്കി, അല്ല CPR കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൽഫോൺസിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? അങ്ങനെയാണ് സിനിമയിൽ കയറിയത്. ഇഞ്ചക്ഷൻ കൊടുത്ത് കഴിഞ്ഞു പോയി.
നേരത്തെ പറഞ്ഞേക്കുന്നു. ഇത് കഴിഞ്ഞു, ഇത് കിട്ടില്ല. ഇത് എത്തുന്നിടത്ത് എത്തി. ഞാൻ വേറെ കാര്യത്തിന്റെ ഇടയ്ക്ക് പ്ലാച്ചിക്കാവും കുറുക്കൻമൂലയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുമോ? അടുത്തടുത്ത ഗ്രാമങ്ങളായിട്ട് പറയുന്നതല്ലാതെ ഈ സിനിമയിൽ ഈ രണ്ട് മിന്നലുമായിട്ട് യാതൊരു ബന്ധമോ അല്ലാതെയുള്ള കഥാപാത്രങ്ങൾ ഇതിൽ വരികയൊന്നുമില്ല. ഇതിനെ തുടർന്ന് വരുന്ന സിനിമകളിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഫാൻ ഫിക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഇതിനകത്ത് ഇപ്പൊ ഈ ഇറങ്ങിയ സിനിമയായിട്ട് മിന്നലുമായിട്ട് യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തെങ്കിലും ഫാന്റസി പരിപാടി ഉണ്ടോ ആ ചാക്കിട്ട മുഖത്തിന്? ഫാന്റസി ഒന്നുമില്ല, നല്ല കംപ്ലീറ്റ്ലി നാച്ചുറൽ സാധനങ്ങളാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പെട്ടെന്ന് കണ്ടത് ചോദിക്കാം, സമയക്കുറവാണ്. ധ്യാൻ ചേട്ടനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടോ, ധ്യാൻ ചേട്ടനോട് കാണുമ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് ആളുകളുടെ സ്ട്രെസ് മാറാനും ടെൻഷൻ മാറാനും ഒക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട് ആളുകൾ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? ഹൈദരാലിയുടെ ഇന്റർവ്യൂ അല്ല സീരിയസ്ലി ഒരാൾ ചോദിച്ചാൽ എന്നോട് ചോദിക്കാൻ അതന്നെ. നിങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നാൽ എന്താ ആദ്യം ചെയ്യാം? ഐ മീൻ എങ്ങനെയാണ് അത് മാറ്റുക? ചേട്ടാ ഇച്ചിരി സയന്റിഫിക്കലി പറ. ഒരു ഇഞ്ചക്ഷൻ ഒരു പർട്ടിക്കുലർ സിനിമ ഉണ്ടോ അങ്ങനെ ചെന്നെത്തിച്ചേരുന്ന ഒരു ഇടമുണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ നാലെടുക്കാറ്റ് അക്കരെ അക്കരെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ചേട്ടൻ പെട്ടെന്ന് ഹരിഹരനാർ അവിടെ സിനിമ അല്ല, സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കാം, ഫ്രണ്ടിനെ ആരെങ്കിലും വിളിക്കാം. ഇഞ്ചക്ഷനോട്ട് എത്തിക്കാൻ നോക്കുക, ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്. നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഒരു നെബ്രാസ് ഒന്നും ഉണ്ടാകുകയാണ്? എങ്ങനെയാണ് മാനേജ്? നിങ്ങൾ കോണ്ടന്റുകളൊക്കെ ചെയ്തിട്ടാണോ അത്? നിങ്ങളുടെ ഇടയിലില്ലേ ഇപ്പൊ നിങ്ങൾ പണ്ടൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ ഒരു കോണ്ടന്റ് എടുത്തിട്ട് അത് ആളുകൾ ആദ്യ സമയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അതായത് ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതി ഇടാതെ പോയ കണ്ടന്റുകളുണ്ടോ? ഇല്ലേ? ആരെന്തെങ്കിലും വിചാരിച്ചിട്ട് ധ്യാൻ ചേട്ടന്റെ മൈൻഡിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്? അതായത് ആളുകള് ഇന്നത് വിചാരിക്കോ? ഇല്ലാന്ന് നമുക്കറിയാം, ഇതുവരില്ലേ? ആരെന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല. ഇത്ര ഇതായിട്ട് ഒരു ഉടുപ്പില്ലാതെ വിജയം അത് നമ്മുടെ വിഷയമല്ല. നമ്മള് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. നമ്മള് സിനിമ, ഞാൻ കഴിഞ്ഞാലും പറഞ്ഞു, നമ്മൾ സിനിമയിൽ വന്നു, സിനിമ ചെയ്യുന്നു, സർവൈവ് ചെയ്ത് ഇത്രയും കാലം നിൽക്കുന്നു, പിന്നെ അത് വിൻ വിൻ സിറ്റുവേഷൻ. ഇവരെല്ലാം എല്ലാരും വിജയികളാണ്. ഞാനിന്നല്ലേ ഹിറ്റ് ഞാനിയുടെ സിനിമ കണ്ട സമയത്ത് എനിക്ക് ആരോടും ഞാൻ അങ്ങനെ പേരിട്ടിട്ട് പടത്തിനെങ്കിലും ഞാൻ ചില ഷോർട്സ് ഞാൻ നടന്നു വരുന്ന കാണുമ്പോഴേക്കും എന്റെ അടുത്തിരുന്നൊരു ഫ്രണ്ടും അത് പറഞ്ഞു, എവിടെ ധ്യാൻ ചേട്ടന്റെ ഞാൻ ഫിറ്റാക്കി കഴിഞ്ഞാല് അല്ല ആ ഫിറ്റല്ല. എനിക്ക് വിനീതേട്ടനെ പറ്റിയും ശ്രീനിയേട്ടനെ പറ്റിയിട്ട് ഒരു കാര്യമുണ്ട്. അതായത് അവരൊക്കെ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള, ഓഫ്കോഴ്സ് ചേട്ടൻ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ മൾട്ടി ടാലന്റിൽ അവരുടെ ഒരു ഡൊമിനൻസി ആയിട്ട് ചേട്ടൻ കയറുന്ന ഒരു ഫീൽഡ് ഏതാണ്? സംവിധാനം ഉണ്ട്, പാട്ടുണ്ട്, എഴുത്തുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, സ്ക്രീൻ റൈറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും രണ്ടാളിലെയും ഏറ്റവും ഡൊമിനൻസി ഉള്ളൊരു ഏരിയ ഏതാണ്? എല്ലാവർക്കും അറിയാം. അച്ഛനിപ്പോ സ്വാഭാവികമായിട്ടും എഴുത്ത്, വെറ്ററൻ ആണ്, ലെജൻഡ് ആണ്. സിംഗിങ് ആണ്. പിന്നെ ഡൊമിനൻസിയേക്കാൾ അവർക്ക് കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ടുള്ളത് എന്താണ്? പാഷനേറ്റ് എനിക്ക് തോന്നുന്നു അച്ഛൻ റൈറ്റിംഗ് തന്നെയാണ്, ഡയറക്ഷൻ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോ നിങ്ങളുടെ ഈ ഒരു സെറ്റിന്റെ ഈ സെറ്റിൽ ഒരു ഒളി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലൊരു സ്റ്റാർ ആകാൻ പോകുന്ന ആളായിരിക്കും? എന്താ ചെയ്തെന്താ?
ഒന്നുമില്ല. അല്ല, പറ, നീ പറ. ഞാൻ ട്യൂഷനില്ലായിരുന്നു. അല്ല എല്ലാരും പെട്ടെന്ന് അമ്മീനെ പറഞ്ഞു ആ, ഒന്നല്ലേ? അല്ല, അല്ലേ? എല്ലായിടത്തും ഫ്രണ്ട്ലിയായിട്ട് നിക്കുക, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ഫ്രണ്ട്ലിയായിട്ട് നിൽക്കും. ഒരുപാട് ഒരു ധ്യാൻ ശ്രീനിവാസന്റെ ചൊവ്വയുണ്ട് സംസാരത്തില്. ഉണ്ട് ആൾക്ക് ഉണ്ടല്ലേ? ഇത് മറ്റേ തെക്കോട്ട് ധ്യാൻ ശ്രീനിവാസൻ. ഓക്കെ, ഈ തമാശക്കപ്പുറം, അതായത് ഐ മീൻ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ബേസിലേട്ടനാണെങ്കിലും അജുവേട്ടനാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും പോലുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ബേസ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങളുടെ ഇടയിൽ നടക്കും. അപ്പോൾ അതിനിടയിൽ ആ തമാശയായിട്ട് സീരിയസ് ആയിട്ട് പറയുകയാണോ ചെയ്യുക, അതോ കംപ്ലീറ്റ്ലി സീരിയസ് ആയ സിനിമ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് ഇടയിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ? രണ്ടും ഉണ്ടാവാറുണ്ട്. അടി ഉണ്ടാവാറുണ്ട്. അടി ഉണ്ടാവാറുണ്ട്. ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവാറുണ്ട്? ഫാൻ ബാധിക്കൊന്നുമില്ല അങ്ങനെ? ഞാനും ചേട്ടനും ഉണ്ടായിട്ടുള്ള ഭക്ഷണശേഷത്തിന്റെ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് പ്രണവും എല്ലാവരും ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ ബി റെഡി ആയിട്ടാണ്. ഓക്കെ ചേട്ടാ, അവസാനമായിട്ട് ഞാൻ ഒരു ടൈം കുറവാണ്, എനിക്ക് മെയിൻലി ചോദിക്കാമല്ലോ, ഇപ്പോൾ സിനിമയിൽ ഈ ലഹരി ഒരു വലിയ വിഷയമായിട്ട് വന്നിട്ടില്ല. സിനിമ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ സിനിമക്കകത്തു നിന്നും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ പിടിക്കപ്പെട്ടിട്ടുണ്ട് സിനിമ ബേസ് ചെയ്ത് ലഹരി. അറസ്റ്റ് ചെയ്ത് മാത്രമല്ല, അവർ തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ചേട്ടൻ തന്നെ മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേട്ടൻ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്നൊരു റിമൂവൽ ഇല്ലേ, അതിൽ നിന്നൊരു ഒരു മോചനം ചെയ്യണം, എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചത്? ഇതൊരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണല്ലോ. അത് ഡിപ്പെൻസ് ഓരോ ആൾക്കാരുടെ അന്നത്തെ. കാരണം ഞാൻ കോളേജ് കഴിഞ്ഞ് കോളേജൊക്കെ എത്തിയ സമയത്താണ്. കാരണം ഞാൻ പഠിച്ചിരുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോളേജിനാണ്. അപ്പം എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ള എൻ്റെ സൗഹൃദ വലയം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, അന്ന് നമ്മൾ പോയിരുന്നത് വീക്കെൻഡ് ആകുമ്പോൾ ബാംഗ്ലൂരിൽ പോകും, ബാംഗ്ലൂരിൽ നമ്മൾ പോയപ്പോൾ. അപ്പൊ അന്നത്തെ കാലത്ത് ഇതൊക്കെ അവൈലബിൾ ആയിരുന്ന സമയത്ത് നമ്മളിതൊക്കെ ട്രൈ ചെയ്ത് കുറച്ചു കാലം ഇതൊക്കെ ഉപയോഗിച്ചു. അന്ന് കൂട്ടുകാരോടൊപ്പം ഇതൊക്കെ ചെയ്തു. പിന്നെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് കൂടെയുള്ള പഠിക്കുന്ന ഒരു 3-3.5 വർഷം പോയി കിട്ടിയപ്പോൾ നമ്മള് ആ സമയത്താണ് ഞാൻ പറഞ്ഞ ആ ഇന്റർവ്യൂവിൽ തന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് പഠനം ഇല്ലാണ്ടാവുമല്ലോ. പഠനം പോയി, വീട്ടില് പ്രശ്നങ്ങൾ വന്നു, പുറത്തായി. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ വീട്ടിൽ നിന്ന് പുറത്താകുന്നതോടെ ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതാവും. അങ്ങനെ നിർത്തിയതാ. അല്ല, തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു 3.5 വർഷം കഴിയുമ്പോൾ ഇത് നമ്മളെ മാനസികമായിട്ടും എല്ലാ രീതിയിലും സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങി. നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോ ആ ബന്ധമൊന്നും ഇപ്പോഴും, അന്ന് കട്ടക്കുണ്ടായിരുന്ന ഈ കൂട്ടുകാരൊന്നും ഇന്ന് എവിടെയാന്ന് പോലും അറിയില്ല നമുക്ക്. അതിൽ ഒരുപാട് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അന്ന് കോളേജ് വിട്ട് വരുന്നത്. അപ്പൊ അന്ന് അത് വലിയ എന്താ പറയണ്ടേ, അതൊന്നും നമുക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമയം കൂടിയാണ് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ. അപ്പൊ അതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മാനസികമായിട്ട് എല്ലാ ഫാമിലിയിലെല്ലാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമാണ് ഞാൻ കാരണം. അപ്പൊ അതിനൊക്കെ ഒരു കാരണമാണ് ഈ ശീലങ്ങൾ ഒക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഇറങ്ങി പോകേണ്ടി വന്നപ്പോ ഇതിനൊക്കെ അടിസ്ഥാനമായി ഇതൊക്കെ വലിയ, അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനം അത്യാവശ്യം വിലയുള്ള സാധനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിസ് വന്നത് അന്ന് വീട്ടിൽ നിന്ന് പൈസ തന്നുകൊണ്ട് അതിനൊക്കെ മുക്കി നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇതൊന്നും പിന്നെ അതിൽ വിഡ്രോയിൽ ഭയങ്കര പാടാണ്. അല്ല, എന്നോട് കുറച്ച് പേര് അതിന് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു. ബിക്കോസ് എനിക്ക് വിഡ്രോവലിനപ്പുറം ഞാൻ അച്ഛനായിട്ടൊരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഞാൻ ഇമോഷണലി ഭയങ്കര, പിന്നെ ഇതൊന്നും നമ്മുടെ പ്രയോറിറ്റി അല്ലാതായി മാറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സുഹൃത്തുക്കളൊക്കെ ഒരു വഴിക്ക് പോയ സമയത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ കൂട്ടുകാരിടയിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇത് ഉപയോഗിച്ചത് വളരെ വിരളമാണ്, കുറവാണ്. അപ്പൊ കൂട്ടുകാരൊക്കെ പോയി, വീട്ടിൽ നിന്നും പോയി, പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് മാത്രം ഉപയോഗിച്ചിരിക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ എന്റെ ലൈഫിൽ നിന്ന് പോയതാ അത്. അല്ലാതെ ചില ഭയങ്കര വേഴ്സ്റ്റ് കേസിലൊക്കെ നമ്മൾ ഡി അഡിക്ഷൻ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിൽ ആ സമയത്ത് തന്നെ ഉണ്ട് കുറേ കൂട്ടുകാർ, എൻ്റെ അറിവിൽ തന്നെ എന്നുണ്ടായിരുന്ന കുറച്ചധികം പേര് ഡി അഡിക്ഷനിലൊക്കെ പോയ ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളൊക്കെ റീഹാബിലൊക്കെ കിടന്ന ആൾക്കാരുണ്ട്. റീഹാബിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതിഭീകരമായിട്ട് അടി തുടങ്ങിയ ആൾക്കാരുണ്ട്. പല ടൈപ്പില്ല. ഇതൊക്കെ നമ്മളൊരു ഡിസിഷൻ ആണല്ലോ. നമ്മളൊരു തീരുമാനം എടുത്ത് ഇത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതുപോലെ ഇരിക്കും, ഒരു വിൽ പവറൊക്കെ പോലെ ഇരിക്കും. റീഹാബിലൊന്നും പോയോട്ടൊന്നും കാര്യമില്ല. കുറച്ച് റീഹാബിൽ റീഹാബിൽ പോയോണ്ട് കാര്യമില്ല. നമുക്ക് റീഹാബിൽ പോയാൽ അവര് നമ്മളെ
നമ്മളെ നന്നാക്കി എടുക്കൊന്നുമില്ല. അവരെ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യും, ഇതൊന്നും ചെയ്യാതിരിക്കും. തിരിച്ചു വന്നിട്ട് നമ്മൾ വീണ്ടും നമുക്ക് തീരുമാനമില്ലെങ്കിൽ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മൾ എടുക്കുന്ന ഡിസിഷന്റെ പുറത്താണല്ലോ, ഒരു വിൽ പവറിന്റെ പുറത്താണല്ലോ. അതില്ലാത്ത ഒരു റീഹാബിൽ പോയിട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ഉദ്ദേശിച്ചത്, അല്ലാതെ റീഹാബിൽ പോകണ്ട. അങ്ങനെ ഒരു വേഴ്സ് സിനാരിയോയിലാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഡി അഡിക്ഷൻ പോയാൽ പറ്റും. ശരി, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഒരു വൻ വിജയമാവട്ടെ. ഇപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ധ്യാൻ ചേട്ടനെ കണ്ടപ്പോൾ പറയുകയും ചെയ്തതാണ് ഞാൻ. അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾ അതുപോലെ ഉണ്ടാവട്ടെ, നിങ്ങൾക്കും കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ, നിങ്ങളെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യാനും ബിഗ് സ്ക്രീനിൽ ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കാനും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.